നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ ആണ് നമ്മുടെ ബ്രിക്സ്. ഓക്കെ, ബ്രിക്സിന് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബേൺഡ് ഇൻ ഹോഫ്മാൻസ് kiln during the process of manufacturing? A. bitumen, B. brick, C. clinker, D. varnishes. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓൾറെഡി നമുക്കറിയാം ബ്രിക്കിനെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സ്, അതിൻ്റെ സ്റ്റെപ്സ് ഞാൻ എഴുതുവാണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് ക്ലേ. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ അതാണ് ഫസ്റ്റ്. സെക്കൻഡ് എന്താണ് സ്റ്റെപ്പ്? സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മോൾഡിങ്. മോൾഡിങ്. ഓക്കെ, തേർഡ് എന്താണ്? തേർഡ് ഡ്രൈയിങ്. തേർഡ് എന്താണ്? തേർഡ് നമ്മുടെ ഡ്രൈയിങ് ആണ്. ഫോർത്ത് എന്താണ്? ഫോർത്ത് നമ്മുടെ ബേണിംഗ് ആണ്. ഫോർത്ത് നമ്മുടെ ബേണിംഗ് ആണ്. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ദ ക്ലേ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യും ക്ലേനെ, പിന്നെ നമ്മൾ അതിനെ ഷേപ്പ് കൊടുക്കും. അതിനെയാണ് നമ്മൾ മോൾഡിങ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിനെ ഡ്രൈ ചെയ്യും, പിന്നെ നമ്മൾ അതിനെ ബേൺ ചെയ്യും. ഓക്കെ, ബേണിംഗ് ചെയ്യുന്നത് അഗെയിൻ ഫർദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബേണിംഗ് ചെയ്യുന്നത് അഗെയിൻ ഫർദർ ഓഫ് 2 ടൈപ്സ് ആണ്. എന്തൊക്കെയാണ്? ഒന്ന് കിൽൻ, അതേപോലെ സെക്കൻഡ് ക്ലാംസ്. കിൽൻ ആൻഡ് ക്ലാംസ്. ഓക്കെ, അതേപോലെ കിൽൻ അഗെയിൻ ഫർദർ ഓഫ് 2 ടൈപ്സ്. എന്തൊക്കെയാണ്? കിൽൻ ഫർദർ ഓഫ് 2 ടൈപ്സ്. intermittent kiln, second continuous kiln. Okay, further kiln of 2 types, intermittent kiln അതേപോലെ continuous kiln. Okay, further നമ്മൾ നോക്കുകയാണെങ്കിൽ intermittent kiln നമ്മൾ നോക്കുകയാണെങ്കിൽ further of 2 types ആണ്. എന്തൊക്കെയാണ്? updraft kiln, second downdraft kiln. ഓക്കെ, അഗെയിൻ നമ്മൾ കണ്ടിന്യൂസ് കില്ലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് കാറ്റഗറി ഉള്ളത്? ഹോഫ്മാൻ കിൽ, ടണൽ കിൽ, ബുൾ ട്രെഞ്ച് കിൽ. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറി, ബേണിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ നമുക്ക് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബേൺഡ് ഇൻ ഹോഫ്മാൻസ് കിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹോഫ്മാൻ കിൽസിൽ ഏതാണ് ബേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഓൾറെഡി ബ്രിക്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റെപ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് സീക്വൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ബേണിങ്ങിൻ്റെ ഫർദർ കാറ്റഗറി എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ ചോദിച്ചത് ഇതാണ്, ഹോഫ്മാൻ കിൽസ്. ഓക്കെ, അപ്പം നമ്മുടെ ബ്രിക്കാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇവിടെ ആൻസർ എന്താണ്? ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നോമിനൽ സൈസ് സെന്റിമീറ്റർ ഓഫ് സ്റ്റാൻഡേർഡ് ബ്രിക്ക് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്? എ 19x9x9, ബി 20x9x9, സി 20x10x10, ഡി 29.9x11.4x7.6. ഓക്കെ, ഇത് ഓൾറെഡി നമുക്ക് കൺഫ്യൂസ് ആവുന്ന, റിപ്പീറ്റഡ് ടൈംസ് ആയിട്ട് ചോദിക്കുന്ന, അതേപോലെ കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് നോക്കാം ഓൾറെഡി. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ് അതും കൂടെ നോക്കാം. ബ്രിക്ക് സൈസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രിക്ക് സൈസ് എന്തൊക്കെ ടൈപ്പാണ് നമുക്കുള്ളത്? ഒന്നാണെങ്കിൽ കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ. ഇതിന്റെ സൈസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ സൈസ് എത്രയാണ്? 23 × 11.4 × 7.6 സെന്റിമീറ്റർ. ഓക്കെ, 23 × 11.4 ×
7.6 സെന്റിമീറ്റർ ആണ് കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ബ്രിക്കിന്റെ സൈസ് വരുന്നത്. ഓക്കെ, ഇത് ഇഞ്ചസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻ കേസ് ഇഞ്ചസിലാണ് ചോദിച്ചിട്ടുള്ളെങ്കിൽ 9 into 4.5 into 3 inches. ഓക്കെ, 9 into 4.5 into 3 inches ആണ് നമ്മുടെ ഇഞ്ചസിൽ ചോദിക്കുകയാണെങ്കിൽ ആൻസർ വരുന്നത്. ഓക്കെ, കൺവെൻഷണൽ സൈസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ട്രഡീഷണൽ സൈസ് എന്ന് പറയുമ്പോൾ ഓൾഡ് ടൈം പഴയ കാലത്ത് നമ്മൾ യൂസ് ചെയ്ത ബ്രിക്സ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ സൈസ് ടൈപ്പ് ബ്രിക്ക് ആണ്. അതിൻ്റെ സൈസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ. സെക്കൻഡ് നമ്മുടെ കാറ്റഗറി എന്താണ് വരുന്നത്? സെക്കൻഡ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മോഡുലർ ബ്രിക്ക്. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മോഡുലർ ബ്രിക്ക്. ഓക്കെ, സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മോഡുലർ ബ്രിക്ക് നമ്മൾ പ്രസന്റ്ലി യൂസ് ചെയ്യുന്ന ബ്രിക്കാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈസ് എത്രയാണ്? 19 into 9 into 9 in centimeter. ഓക്കെ, 19 into 9 into 9 in centimeter. ഓക്കെ, അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തിക്നെസ് ഓഫ് ദ മോട്ടർ കൂടെ ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ തിക്നെസ് ഓഫ് മോട്ടർ കൂടെ ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് നോമിനൽ ബ്രിക്ക്. നോമിനൽ ബ്രിക്ക്. ഓക്കെ, തിക്നെസ് ഓഫ് ദ മോട്ടർ കൂടെ ഇൻവോൾവ് ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് നോമിനൽ ബ്രിക്ക്. ഓക്കെ, അപ്പം ഇത് ഇൻക്ലൂഡിങ് തിക്നെസ് ആണ്. ഓക്കെ, ഇൻക്ലൂഡിങ് തിക്നെസ് ആണ്. ഇൻക്ലൂഡിങ് തിക്നെസ് ആണ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ തിക്നെസ്സും അറിഞ്ഞിരിക്കണം. തിക്നെസ് എത്രയാണ്? തിക്നെസ് എന്ന് പറയുമ്പോൾ 10 mm ആണ്. ഓക്കെ, ഇൻക്ലൂഡിങ് തിക്നെസ് എന്ന് പറയുമ്പോൾ മോട്ടറിന്റെ തിക്നെസ് എത്രയാണ്? 10 mm ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ബ്രിക്ക് നമ്മൾ നോക്കുവാണ്. നമ്മുടെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രിക്കാണ്. ബ്രിക്കിന്റെ നമ്മൾ ഫോർ എക്സാമ്പിൾ 19 നമ്മൾ എടുക്കുവാണ്. ഓക്കെ, നമ്മുടെ 19 നമ്മുടെ സൈസ് ബ്രിക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മോട്ടറിന് കൂടെ നമ്മൾ തിക്നെസ് നമ്മൾ കൗണ്ട് ചെയ്യുവാണെങ്കിൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ രണ്ട് സൈഡിൽ മോട്ടർ ഉണ്ടായിരിക്കും അല്ലേ? അത് നമുക്ക് അറിയുന്നതാണ്. രണ്ട് സൈഡിൽ നമുക്ക് മോട്ടർ ഉണ്ടായിരിക്കും. രണ്ട് സൈഡിൽ നമുക്ക് മോട്ടർ ഉണ്ടായിരിക്കും. രണ്ട് സൈഡിൽ നമുക്ക് മോട്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡയമെൻഷൻ എത്രയാണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ 19 നമ്മളിപ്പോൾ എടുത്ത ആ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ 19 ആണെങ്കിൽ ഇത്ര 19 ആണെങ്കിൽ പ്ലസ് 0.5 ഈ സൈഡിൽ നമ്മൾ 0.5 എടുക്കും, പ്ലസ് ഈ സൈഡിൽ നമ്മൾ 0.5 എടുക്കും. രണ്ട് സൈഡിൽ നിന്ന് 0.5 സെൻറ്റിമീറ്റർ നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, 1 സെൻറ്റിമീറ്റർ മോട്ടറിന് മാത്രമാണ് തിക്നെസ്. ഓക്കെ, 1 സെൻറ്റിമീറ്റർ മോട്ടറിന് മാത്രം തിക്നെസ് ആണ്. ഇൻ അഡീഷൻ ടു ദാറ്റ് അതിൻ്റെ കൂടെ നമ്മൾ 19 അല്ലെങ്കിൽ ബ്രിക്കിൻ്റെ സൈസും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എത്രയാണ് വരും? 19 + 1 അതായത് 20. ഓക്കെ, അപ്പോൾ നമ്മുടെ നോമിനൽ സൈസ് വരുന്നത്, നോമിനൽ സൈസ് ഓഫ് ബ്രിക്ക് എത്ര ആയിരിക്കും വരുന്നത്? ഇതേപോലെ എല്ലാ സൈഡിലും വരും. ഓക്കെ, അപ്പോൾ നോമിനൽ സൈസ് എത്ര ആയിരിക്കും വരുന്നത്? 20 × 10 × 10. ഇതാണ് നമ്മുടെ നോമിനൽ സൈസ് വരുന്നത്. ഓക്കെ, 20 × 10 × 10 ഇതായിരിക്കും നമ്മുടെ നോമിനൽ സൈസ് നമുക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ഇതിൽ നമ്മൾ കൺഫ്യൂഷൻ വരാറുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? കൺവെൻഷൻ നമ്മൾ ഓൾഡ് ടൈംസിൽ അല്ലെങ്കിൽ പഴയ കാലത്ത് യൂസ് ചെയ്ത ബ്രിക്കാണ് അല്ലെങ്കിൽ ട്രഡീഷണൽ ബ്രിക്സിനാണെന്ന് പറയുന്നത്. അതിൻ്റെ ഡയമെൻഷൻ തരാണ് 23 × 11.4 × 7.6. അതേപോലെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ മോഡുലർ ബ്രിക്ക് അതിൻ്റെ സൈസ് നമ്മൾ അറിഞ്ഞിരിക്കണം 19 × 9 × 9. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തിക്നെസ് ഓഫ് ദ മോട്ടർ കൂടെ ആഡ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? നോമിനൽ ബ്രിക്ക് സൈസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നോമിനൽ ബ്രിക്ക് എന്നാണ് പറയുന്നത്. അത് എത്രയാണ്? രണ്ട് സൈഡും 0.5 അതായത് 1 സെൻറ്റിമീറ്റർ എക്സ്ട്രാ ആകും. ഓക്കെ, 1 സെൻറ്റിമീറ്റർ എല്ലാത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. 19 + 1 സെൻറ്റിമീറ്റർ, 9 + 1 സെൻറ്റിമീറ്റർ, അതേപോലെ 9 + 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന നോമിനൽ സൈസ് ഓഫ് ദ ബ്രിക്ക് എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 × 10 × 10 ആണ് നമ്മുടെ നോമിനൽ സൈസ് ഓഫ് ദ ബ്രിക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നോമിനൽ സൈസ് ഓഫ് ദ ബ്രിക്ക് ഓഫ് സ്റ്റാൻഡേർഡ് ബ്രിക്ക് ആസ് പെർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ ആൻസർ വരുന്നത്? 20 × 10 × 10 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Tempering is the process used in manufacturing of A. brick, B. bitumen, C. cement, D. paint. ഓക്കെ, അപ്പോൾ ടെമ്പറിങ് എന്ന പ്രോസസ്സാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ സീക്വൻസ് നമ്മൾ നോക്കിയായിരുന്നു അല്ലേ? സീക്വൻസ് നമ്മൾ നോക്കിയായിരുന്നു. ബ്രിക്കിനെ മാനുഫാക്ചർ ചെയ്യുന്ന സീക്വൻസ് എന്താണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് ദ ക്ലേ, സെക്കൻഡ് മോൾഡിംഗ്. ഓക്കെ, ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ, സെക്കൻഡ് മോൾഡിംഗ്, തേർഡ് എന്താണ്? ഡ്രൈയിങ്, ഫോർത്ത് എന്താണ്? ബേണിംഗ്. നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അതേപോലെ
പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ നമ്മൾ സീക്വൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ സീക്വൻസ്? അൺസോയിലിംഗ്. ഓക്കെ, അൺസോയിലിംഗ്, പിന്നെന്താണ്? ഡിഗിങ്. ഓക്കെ, ഡിഗിങ്, പിന്നെന്താണുള്ളത്? ക്ലീനിങ്. ഓക്കെ, ഡിഗിങ്, ക്ലീനിങ്, പിന്നെന്താണുള്ളത്? വെതറിങ്. വെതറിങ്, പിന്നെന്താണുള്ളത്? ബ്ലെൻഡിങ്, പിന്നെന്താണ്? ബ്ലെൻഡിങ്, പിന്നെന്താണുള്ളത്? ടെമ്പറിങ്. ഓക്കെ, ടെമ്പറിങ് വളരെ ഡീറ്റെയിൽ ആണ്, നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടെമ്പറിങ്. ഓക്കെ, ടെമ്പറിങ് എന്ന് പറയുമ്പോൾ, പ്രോസസ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന, നമ്മുടെ ബ്രിക്കിന് പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു ടെർമിനോളജി അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ടെമ്പറിങ് എന്ന് പറയുന്നത്. ജനറലി നമ്മൾ ചെയ്യുന്നത് പഗ് മില്ലാണ്. ഓക്കെ, പഗ് മിൽ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജനറലി നമ്മൾ ചെയ്യുന്നത് പഗ് മില്ലാണെന്ന് ഓർത്തിരിക്കുക, അതും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ ഇമ്പോർട്ടൻ്റ് എന്താണ്? അൺസോയിലിംഗ്, ഡിഗിങ്, ക്ലീനിങ്, വെതറിങ്, ബ്ലെൻഡിങ്, അതേപോലെ ടെമ്പറിങ്. ടെമ്പറിങ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന, ബ്രിക്കിനെ പ്ലാസ്റ്റിസിറ്റി ഇമ്പാർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ടെമ്പറിങ് പറയുന്നത്. അതേപോലെ ജനറലി നമ്മൾ പഗ് മില്ലാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടെമ്പറിങ് ഇസ് എ പ്രോസസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ്, എന്താണ്? ബ്രിക്ക് ആണ്. ഓക്കെ, ടെമ്പറിങ് ഇസ് എ പ്രോസസ് യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following mineral is responsible for red color in bricks? Okay, ഇതിൽ ഏത് മിനറൽസ് ആണ് റെഡ് കളർ ഇൻ ബ്രിക്സിൽ ഇമ്പാർട്ട് ചെയ്യുന്നത്? റെഡ് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത് ഇതിൽ ഏത് കമ്പൗണ്ട് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ അയൺ ഓക്സൈഡ്, ബി ലൈം, സി മെഗ്നീഷ്യ, ഡി സിലിക്ക. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം ബ്രിക്കിന്റെ റെഡ് കളർ ഇമ്പാർട്ട് ചെയ്യുന്നത് ഏത് കമ്പൗണ്ട് ആണ്, ഏത് മിനറൽ ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ അയൺ ഓക്സൈഡ് ആണ്, അല്ലെ? അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് കളർ ഓഫ് ബ്രിക്ക് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ റെഡ് ബ്രൗൺ ആണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് കളർ ഓഫ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏത് മിനറലാണ് ഇമ്പാർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അയൺ ഓക്സൈഡ് ആണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ഏത് മിനറലാണ് ഇമ്പാർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അയൺ ഓക്സൈഡ് ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അയൺ ഓക്സൈഡിന്റെ പ്രൊപ്പോർഷൻ 5 to 6% ആണ്. ലൈമിന്റെ പ്രൊപ്പോർഷൻ 3 to 4% ആണ്. സിലിക്കയുടെ പ്രൊപ്പോർഷൻ 50 to 60. മെഗ്നീഷ്യയുടെ പ്രൊപ്പോർഷൻ 1%. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊപ്പോർഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ലൈമിന്റെ കേസ് നമ്മൾ എടുക്കുകയാണ്, ക്ലേയിൽ നമ്മൾ എടുക്കുമ്പോൾ എന്തായിരുന്നു? ലൈമിന്റെ കളറായിരുന്നു ക്ലേയിൽ ഇമ്പാർട്ട് ആവുന്നത്. ഓക്കെ, ഗ്രേയിഷ് കളർ ഇമ്പാർട്ട് ആയത് ലൈം ആയിരുന്നു റീസൺ. ഓക്കെ, നമ്മുടെ സിമെന്റിന്റെ കളർ ഇമ്പാർട്ട് ആയത് ലൈം കാരണമായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ് ലൈമിന്റെ കളർ ഇമ്പാർട്ട് ആവത്തില്ല, ബിക്കോസ് അയൺ ഓക്സൈഡിന്റെ പ്രസൻസ് അതിനേക്കാളും കൂടുതലാണ്. അയൺ ഓക്സൈഡ്സ് എന്ന മിനറലിന്റെ പ്രസൻസ് അതിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് അയൺ ഓക്സൈഡിന്റെ റെഡ് കളറാണ് ബ്രിക്സിൽ ഇമ്പാർട്ട് ആവുന്നത്, ബിക്കോസ് ഇറ്റ് പ്രൊപ്പോർഷൻ ഈസ് 5 to 6 റേഞ്ച് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many bricks are required for 1 cubic meter of brick masonry work? എത്ര ബ്രിക്സ് ആണ് നമുക്ക് ആവശ്യമുള്ളത് 1 cubic meter ഓഫ് ബ്രിക്ക് masonry? ബ്രിക്ക് masonry നമ്മൾ 1 cubic meter കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്ര ബ്രിക്സ് ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 300 ആണോ, 500 ആണോ, 1000 ആണോ, 1500 ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് സോൾവ് ചെയ്യാം. എന്താണ് ഫോർമുല ബേസ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഫോർമുല വരുന്നത്? നമ്പർ ഓഫ് bricks is equal to volume of brick masonry by volume of 1 brick. Volume of brick masonry by volume of 1 brick. Okay, volume of brick masonry എന്ന് പറയുമ്പോൾ ഇതിൽ എന്തായിരിക്കും, എന്തിന്റെ വോള്യൂം ആയിരിക്കും വരുന്നത്? ഇതിന്റെ വരുന്നത് ബ്രിക്ക് പ്ലസ് മോട്ടറിന്റെ വോള്യൂം ആയിരിക്കും. ഓക്കെ, ബ്രിക്ക് പ്ലസ് മോട്ടറിന്റെ വോള്യൂം ആയിരിക്കും ഇതിൽ വരുന്നത്. ഓക്കെ, ബ്രിക്ക് പ്ലസ് മോട്ടറിന്റെ വോള്യൂം ആയിരിക്കും ഇതിൽ വരുന്നത്. ഓക്കെ, അതേപോലെ നമ്മുടെ 1 ബ്രിക്കിന്റെ വോള്യൂം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തിക്നെസ് ഓഫ് മോട്ടർ കൂടെ വരും. തിക്നെസ് ഓഫ് മോട്ടർ കൂടെ അതിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല അപ്ലൈ ചെയ്യാം. 1 വോള്യൂം ഓഫ് ബ്രിക്ക് മെഷീനറി. അപ്പോൾ ടോട്ടൽ ആയിട്ട് ബ്രിക്ക് മെഷീനറി എത്രയാണ്? 1 ക്യൂബിക് മീറ്റർ. ഓക്കെ, 1 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1 ക്യൂബിക് മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എഴുതാം. നമുക്ക് എത്രയാണ്? 1 ക്യൂബിക് മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, 1 മീറ്റർ ക്യൂബ്. ഓക്കെ,
അതേപോലെ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? വോള്യൂം ഓഫ് വൺ ബ്രിക്ക് ഇൻക്ലൂഡിങ് തിക്നെസ് ഓഫ് മോട്ടർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തിക്നെസ് ഓഫ് മോട്ടറും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ നോക്കിയതുള്ളൂ. നോമിനൽ സൈസ് എത്രയാണ് സ്റ്റാൻഡേർഡ് ബ്രിക്കിന്റെ? 20 × 10 × 10. ഓക്കെ, അപ്പോൾ അത് സെന്റിമീറ്ററിലാണ്. നമ്മൾ മീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0.2 × 0.1 × 0.1 × 10⁻⁻6. ഓക്കെ, നമ്മൾ സെന്റിമീറ്ററിനെ മീറ്ററിൽ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എന്താണ്? 500 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എന്താണ് കിട്ടുന്നത്? 500 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 500 നമ്പേഴ്സ് എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഏതാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നമുക്ക് നോക്കാം. ഹൗ മെനി ബ്രിക്സ് ആർ റിക്വയർഡ് ഫോർ 1 cubic meter ഓഫ് ബ്രിക്ക് മേസണറി എന്ന് ചോദിക്കുമ്പോൾ എത്രയാണ്? ബി ആണ്, അതായത് 500 ആണ് നമ്പേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി PSCയിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൈ ഹാർട്ട് ഇത്ര കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എത്രയാണ്? 500 ആണ് ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ.